നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു തുടക്കത്തിന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിവുമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ഓരോ ഘട്ടത്തിലും പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ മിക്കപ്പോഴും ആ തുടക്കത്തിൽ തന്നെ നമ്മൾ തളർന്നു പോകാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നും ഇതിനെ എങ്ങനെ മറികടക്കാമെന്നും പുരാതനമായ ചൈനീസ് തത്വചിന്തകൾ വളരെ ലളിതമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അറിവുകളിൽ ഒന്നാണിത്. പുരാതന ചൈനീസ് തത്വചിന്തയിൽ ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ പുതിയൊരു സംരംഭം തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രയാസങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി വിവരിക്കുന്നുണ്ട്. ഇതിനെ അവർ വിളിക്കുന്നത് ചുൻ എന്നാണ്. ഈ വാക്കിന്റെ അർത്ഥം തന്നെ ഒരു വിത്ത് മണ്ണ് തുരന്ന് പുറത്തു വരാൻ ശ്രമിക്കുമ്പോൾ അനുഭവിക്കുന്ന ആ കഠിനമായ അധ്വാനം എന്നാണ്. നമുക്കിതൊരു കഥയിലൂടെ ചിന്തിച്ചു നോക്കാം. പണ്ട് ഒരിടത്ത് ഒരു ചെറിയ വിത്തുണ്ടായിരുന്നു. മനോഹരമായ ഒരു ചെടിയായി വളരണമെന്നായിരുന്നു അതിന്റെ സ്വപ്നം. എന്നാൽ ആ വിത്തിരിക്കുന്നത് ഇരുട്ടിലും കടുപ്പമേറിയ മണ്ണിലുമാണ്. മുകളിലേക്ക് വളരാൻ നോക്കുമ്പോൾ വലിയ കല്ലുകളും കനത്ത മണ്ണും അതിനെ തടയുന്നു. ആ വിത്ത് വിചാരിച്ചു, ഇതെന്തൊരു കഷ്ടമാണ്, ഞാൻ എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടുന്നത് എന്ന്. തന്നെ പുറംലോകം കാണാൻ അനുവദിക്കാത്ത ഈ കഠിനമായ മണ്ണിനോട് ആ വിത്തിന് ദേഷ്യം തോന്നി. എന്നാൽ ആ വിത്ത് ഒരു കാര്യം അന്ന് തിരിച്ചറിഞ്ഞില്ല. ആ കടുപ്പമേറിയ മണ്ണാണ് അതിന് വളരാൻ ആവശ്യമായ പോഷകങ്ങൾ നൽകുന്നത്. ആ കല്ലുകൾക്കിടയിലൂടെ വഴി കണ്ടെത്തി കഷ്ടപ്പെട്ട് പുറത്തു വരുമ്പോഴാണ് ആ വിത്തിന് ശക്തി ലഭിക്കുന്നത്. ആ പ്രയാസങ്ങളെ നേരിട്ടേ മതിയാകൂ. കാരണം ആ കടുപ്പമേറിയ മണ്ണിനെ ഭേദിച്ച് പുറത്തു വന്നാൽ മാത്രമേ അതിന് സൂര്യപ്രകാശം കാണാനും ഒരു വലിയ മരമായി മാറാനും സാധിക്കൂ. നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. നമ്മൾ പുതിയൊരു കാര്യം തുടങ്ങുമ്പോൾ നമുക്ക് ചുറ്റും ആശയക്കുഴപ്പങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. അത് നമ്മളെ തകർക്കാനല്ല, മറിച്ച് നമ്മളെ വളർത്താനാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം. ഒരു വലിയ കാട് സങ്കല്പിക്കുക. അവിടെ ഒരു യുവാവ് വഴിതെറ്റി നിൽക്കുകയാണ്. വള്ളിച്ചെടികളും മരങ്ങളും നിറഞ്ഞ ആ കാട്ടിൽ എങ്ങോട്ട് പോകണമെന്ന് അവൻ അറിയില്ല. ഓരോ ചുവട് വെക്കുമ്പോഴും വള്ളിച്ചെടികൾ അവന്റെ കാലിൽ തടയുന്നു. മുള്ളുകൾ അവന്റെ വസ്ത്രത്തിൽ കൊളുത്തുന്നു. ദൂരെ എവിടെയോ ലക്ഷ്യമുണ്ടെന്ന് അവൻ അറിയാം. പക്ഷേ ആ കാട് അവനെ മുന്നോട്ടു പോകാൻ സമ്മതിക്കുന്നില്ല. അവൻ അവിടെ ഇരുന്നു കരയാൻ തുടങ്ങി. തന്റെ വിധി ഇതാണെന്ന് അവൻ ഉറപ്പിച്ചു. അപ്പോഴാണ് അവിടെയുള്ള ഒരു വൃദ്ധനായ കാട്ടുകാരൻ അവന്റെ അടുത്തെത്തിയത്. അദ്ദേഹം പറഞ്ഞു, മകനെ, നീ ഈ കാടിന്റെ ഭീകരത കണ്ട് പേടിക്കണ്ട. ഈ കാട് നിനക്ക് മുന്നിൽ വഴി തടസ്സമായി നിൽക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് നീ ഒരു പുതിയ വഴി വെട്ടിത്തെളിക്കാൻ കാത്തിരിക്കുകയാണ്. ഈ വള്ളിച്ചെടികൾ നിന്നെ തളയ്ക്കാനല്ല, മറിച്ച് നിന്റെ കൈകൾക്ക് കരുത്ത് നൽകാനാണ്. നീ കയ്യിലുള്ള ചെറിയ കോടാലി കൊണ്ട് ആ വള്ളിച്ചെടികൾ ഓരോന്നായി മുറിച്ചു മാറ്റുക. അപ്പോൾ നിനക്ക് മുന്നിൽ വഴി തെളിഞ്ഞു വരും. എന്നാൽ ഒരിക്കലും ധൃതി കാണിക്കരുത്. ഒരു ദിവസം കൊണ്ട് നിനക്ക് ഈ കാട് കടക്കാൻ കഴിയില്ല. ഓരോ ദിവസവും കുറച്ചു ദൂരം വീതം വെട്ടിത്തെളിക്കുക. പതുക്കെ പതുക്കെ നീ നിന്റെ ലക്ഷ്യത്തിലെത്തും. ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം ക്ഷമയാണ്. നമ്മൾ ഒരു പുതിയ ബിസിനസ്സോ പുതിയ ജോലിയോ തുടങ്ങുമ്പോൾ ആദ്യത്തെ ആഴ്ചകളിൽ തന്നെ വലിയ വിജയം കിട്ടണമെന്ന് വാശി പിടിക്കും. എന്നാൽ ചൈനീസ് തത്വചിന്ത പറയുന്നത് പ്രകൃതിയുടെ നിയമം അതല്ല എന്നാണ്. ഒരു വലിയ മഴ പെയ്യുന്നതിന് മുൻപ് ആകാശത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കും. കറുത്ത മേഘങ്ങൾ ആകാശത്തെ മൂടും. വലിയ കാറ്റ് വീശും. ഇടിയും മിന്നലും ഉണ്ടാകും. ഭൂമി വിറയ്ക്കുന്നത് പോലെ നമുക്ക് തോന്നും. മൃഗങ്ങൾ ഭയന്നോടും. അത് കാണുമ്പോൾ നമുക്ക് പേടി തോന്നാം. ലോകം അവസാനിക്കാൻ പോകുകയാണോ എന്ന് തോന്നിപ്പോകാം. എന്നാൽ ആ കാറ്റും ഇടിയും മേഘങ്ങളും ഇല്ലെങ്കിൽ മഴയുണ്ടാകില്ല. ആ സംഘർഷമാണ് മഴയെ ഭൂമിയിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ തുടക്കത്തിലെ പ്രശ്നങ്ങളും. ആ കഷ്ടപ്പാടുകൾ ഒരു വലിയ വിജയത്തിന് മുന്നോടിയായി വരുന്നതാണ്. ആ സമയത്ത് ഭയപ്പെട്ട് പിന്തിരിഞ്ഞാൽ പെയ്യാൻ പോകുന്ന അനുഗ്രഹത്തിന്റെ മഴ നമുക്ക് നഷ്ടമാകും. പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് ആരുടെയും സഹായം വേണ്ട, എല്ലാം ഞാൻ തന്നെ നോക്കിക്കൊള്ളാം എന്ന അഹങ്കാരം നമുക്കുണ്ടാകും. അതുകൊണ്ടാണ് പല കാര്യങ്ങളും പാതി വഴിയിൽ നിലച്ചു പോകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അറിവുള്ളവരുടെ സഹായം തേടുക എന്നതാണ്. ഒരു ചെറിയ കുട്ടി നടക്കാൻ പഠിക്കുന്നത് ആലോചിച്ചു നോക്കൂ. കുട്ടി ആദ്യമായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കാൽമുട്ടുകൾ വിറയ്ക്കുന്നു. കുട്ടി നിലത്തേക്ക് വീഴാൻ പോകുന്നു. അപ്പോൾ അമ്മയോ അച്ഛനോ ആ കുട്ടിയുടെ കൈ പിടിക്കുന്നു. ആ വലിയ കൈകളിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കുട്ടിക്ക് ഒരു സുരക്ഷിതത്വം തോന്നുന്നു. ആ സഹായം ഉള്ളതുകൊണ്ടാണ് ആ കുട്ടിക്ക് നടക്കാൻ ധൈര്യം ലഭിക്കുന്നത്. കുട്ടി സ്വന്തമായി നടക്കാൻ പഠിക്കുന്നതുവരെ ആ കൈകൾ ആവശ്യമാണ്. അതുപോലെ നമ്മൾ ജീവിതത്തിൽ ഒരു പുതിയ വഴി തിരഞ്ഞെടുക്കുമ്പോൾ ആ വഴിയിലൂടെ നേരത്തെ പോയിട്ടുള്ളവരുടെയോ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവരുടെയോ ഉപദേശങ്ങൾ തേടണം. ചൈനീസ് ആചാര്യന്മാർ പറയുന്നത് ഈ സമയത്ത് ഒരു സഹായിയെ അല്ലെങ്കിൽ ഒരു ഗുരുവിനെ കണ്ടെത്തുക എന്നാണ്.
നമ്മൾ കാണാത്ത കുഴികൾ ആ ഗുരു കണ്ടിട്ടുണ്ടാകും. ആ അറിവ് നമ്മുടെ യാത്ര എളുപ്പമാക്കും. ഇനി മറ്റൊരു ഉപകഥ കൂടി കേൾക്കൂ. ഒരു ശില്പി വലിയൊരു കല്ല് കൊത്തി മിനുക്കി ഒരു സുന്ദരമായ പ്രതിമയാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ അവൻ ആ കല്ലിൽ ഒളികൊണ്ടടിക്കുമ്പോൾ വലിയ ശബ്ദമുണ്ടാകുന്നു. കല്ല് കഷണങ്ങൾ തെറിച്ചു വീഴുകയും കല്ലിന്റെ രൂപം കൂടുതൽ വിരൂപമാവുകയും ചെയ്തു. പൊടിയും കല്ലിന്റെ കഷണങ്ങളും കൊണ്ട് ആ സ്ഥലം ആകെ വൃത്തികേടായി. ഇത് കണ്ടുനിന്ന നാട്ടുകാർ പറഞ്ഞു, നീ എന്തിനാണ് ഈ നല്ല കല്ലടിച്ചു പൊട്ടിക്കുന്നത്? നീ ഇത് വെറുതെ നശിപ്പിക്കുകയാണ്. ഇതിൽ നിന്നൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നോ. എന്നാൽ ആ ശില്പി തളർന്നില്ല. അവൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് കല്ല് പൊട്ടുന്നതാണ്. നിങ്ങൾക്ക് ആ പൊടിയും ശബ്ദവും മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ. എന്നാൽ എന്റെ ഉള്ളിൽ ആ പ്രതിമയുടെ രൂപം വ്യക്തമാണ്. ഈ പൊട്ടിപ്പോകുന്ന കഷണങ്ങൾ മാറിയാൽ മാത്രമേ ഉള്ളിലുള്ള സുന്ദരമായ രൂപം പുറത്തു വരൂ. ഈ കല്ലിനിപ്പോൾ വേദനിക്കുന്നുണ്ടാകാം, പക്ഷെ ആ വേദനയാണ് അതിനെ ദൈവമാക്കി മാറ്റുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയാണ്. തുടക്കത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പരാജയമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നാം. ഒരുപക്ഷെ നമുക്കും അങ്ങനെ തോന്നാം. ചെയ്യുന്നതൊന്നും ശരിയാകുന്നില്ലല്ലോ എന്ന് നൊമ്പരപ്പെടാം. എന്നാൽ ആ പ്രക്രിയയിലൂടെ നമ്മൾ നമ്മളെ തന്നെ ചെത്തിമിനുക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അച്ചടക്കമാണ്. കടലിൽ വലിയ തിരമാലകൾ ഉണ്ടാകുമ്പോൾ ഒരു കപ്പിത്താൻ തന്റെ കപ്പൽ എങ്ങനെ നിയന്ത്രിക്കുന്നുവോ അതുപോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കണം. ചുറ്റും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഭ്രമിക്കാതെ ഇരിക്കുക എന്നതാണ് ഏറ്റവും വലിയ വിജയം. ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ആ ആശയക്കുഴപ്പങ്ങളെ ഭയപ്പെടാതെ അവയെ ഓരോന്നായി വിശകലനം ചെയ്യുക. നിങ്ങളൊരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ ലാഭത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ അതെങ്ങനെ കൃത്യമായി കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. വേരുകൾ ആഴത്തിലിറങ്ങിയാൽ മാത്രമേ മരത്തിന് ഉയരത്തിൽ വളരാൻ കഴിയൂ. തുടക്കത്തിലെ ഈ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ വേരുകൾ ആഴത്തിലിറങ്ങാനുള്ള സമയമാണ്. പുറത്തേക്ക് വളർച്ച കാണുന്നില്ലെങ്കിലും അകത്തേക്ക് നിങ്ങൾ വളരുകയാണ്. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. വെളിച്ചം വരുന്നതിന് തൊട്ടു മുൻപുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ ഇരുട്ടുണ്ടാകുക. രാത്രി അവസാനിക്കാൻ പോകുന്നതിന്റെ ലക്ഷണമാണ് ആ കൊടും ഇരുട്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം തുടങ്ങാൻ പരിശ്രമിക്കുകയും അതിൽ തടസ്സങ്ങൾ നേരിടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ സന്തോഷിക്കുക. കാരണം നിങ്ങൾ ശരിയായ പാതയിലാണ്. ആ വിത്തുമണ്ണിനെ ഭേദിക്കാൻ ശ്രമിക്കുന്നത് പോലെ, ആ യുവാവ് കാട്ടിൽ വഴി വെട്ടുന്നത് പോലെ, ആ ശില്പിക്കല്ല് കൊത്തുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം പടുത്തുയർത്തുകയാണ്. ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. 1. ക്ഷമയോടെ കാത്തിരിക്കുക. 2. അറിവുള്ളവരുടെ സഹായം തേടുക. 3. നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക. ഒരിക്കലും പകുതി വഴിയിൽ വെച്ച് നിർത്തിപ്പോകരുത്. പകുതി വഴിയിൽ നിർത്തിയാൽ നിങ്ങൾ ഇതുവരെ ചെയ്ത അധ്വാനം മുഴുവൻ പാഴായി പോകും. ജീവിതം ഒരു വലിയ പാഠപുസ്തകം പോലെയാണ്. അതിലെ ഓരോ ഭാഗവും നമുക്ക് ഓരോ അറിവുകൾ നൽകുന്നു. ചൈനീസ് തത്വചിന്തകൾ നമ്മളെ പഠിപ്പിക്കുന്നത് ശക്തിയെക്കുറിച്ചല്ല, മറിച്ച് അതിജീവനത്തെക്കുറിച്ചാണ്. കടുപ്പമേറിയ സാഹചര്യങ്ങളിൽ എങ്ങനെ തളരാതെ നിൽക്കാം എന്നതാണ് പ്രധാനം. എല്ലാ വലിയ കാര്യങ്ങളും ഒരു ചെറിയ തുടക്കത്തിൽ നിന്നാണ് ഉണ്ടായത്. ഇന്ന് നമ്മൾ കാണുന്ന വലിയ ആൽമരമെല്ലാം ഒരു കാലത്ത് മണ്ണിനടിയിൽ കിടന്ന് ശ്വാസം മുട്ടിയ ചെറിയ വിത്തുകളായിരുന്നു. ആ തുടക്കം എപ്പോഴും പ്രയാസകരമായിരിക്കും. പ്രസവ വേദനയില്ലാതെ ഒരു കുഞ്ഞ് ജനിക്കുന്നില്ല. വിത്ത് പൊട്ടാതെ ഒരു മരമുണ്ടാകുന്നില്ല. കല്ലുടയാതെ പ്രതിമ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ നിങ്ങൾ സ്നേഹിക്കാൻ പഠിക്കുക. അവ നിങ്ങളെ തോൽപ്പിക്കാനല്ല, മറിച്ച് നിങ്ങളെ പാകപ്പെടുത്താനാണ് വരുന്നത്. നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന പ്രതിസന്ധി എന്തു തന്നെ ആയാലും അത് കടന്നുപോകും. ഒരു വലിയ പുഴ ഒഴുകി വരുമ്പോൾ മുന്നിൽ ഒരു വലിയ പാറക്കല്ല് കണ്ടാൽ ആ പുഴ അവിടെ നിൽക്കുകയല്ല ചെയ്യുന്നത്. ആ പാറക്കല്ലിനോട് യുദ്ധം ചെയ്ത് സമയം കളയുകയുമില്ല. പുഴ വളരെ ശാന്തമായി ആ പാറക്കല്ലിന് ചുറ്റും ഒഴുകി തന്റെ വഴി കണ്ടെത്തുന്നു. പതുക്കെ പതുക്കെ കാലങ്ങൾ കഴിയുമ്പോൾ ആ പാറക്കല്ലിനെ പോലും ഉരുട്ടി മാറ്റാൻ ആ പുഴയ്ക്ക് സാധിക്കുന്നു. നിങ്ങളും ആ പുഴയെപ്പോലെ ആകുക. തടസ്സങ്ങൾ വരുമ്പോൾ ശാന്തനായിരിക്കുക. പരിഭ്രമിക്കാതെ വഴി മാറി ഒഴുകുക. പക്ഷേ ലക്ഷ്യത്തിലേക്കുള്ള ഒഴുക്ക് നിർത്തരുത്. വഴിയിൽ തടസ്സങ്ങൾ ഉണ്ട് എന്നതിനർത്ഥം ലക്ഷ്യസ്ഥാനം അടുത്തുണ്ട് എന്നുകൂടിയാണ്. ഓരോ തടസ്സവും നിങ്ങളെ പുതിയൊരു പാഠം പഠിപ്പിക്കും. മനസ്സിനെ സമാധാനമായി വെക്കുക. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നെനിക്ക് ലഭിച്ച പുതിയൊരു അവസരമാണ് എന്ന് സ്വയം പറയുക. ഇന്നലത്തെ പരാജയങ്ങളോ ഇന്നത്തെ ബുദ്ധിമുട്ടുകളോ നാളത്തെ വിജയത്തെ തടയാൻ അനുവദിക്കരുത്. ലോകം കണ്ട വലിയ മനുഷ്യരെല്ലാം അവരുടെ ജീവിതത്തിന്റെ തുടക്കത്തിൽ ഒരുപാട് പരിഹാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചവരാണ്. അവർ അന്ന് ആ കാട്ടിലെ യുവാവിനെ പോലെ അവിടെ ഇരുന്നു കരഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ വിത്തിനെ പോലെ മണ്ണിനടിയിൽ തന്നെ ഇരുന്നിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ അവരെ അറിയുമായിരുന്നില്ല. അവർ തങ്ങളുടെ വേദനയെ വളർച്ചയാക്കി മാറ്റി.
അവർ ആ ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാൻ ശ്രമിക്കുക. ഏതൊരു പുതിയ തുടക്കവും ഒരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയെ പുഞ്ചിരിയോടെ സ്വീകരിക്കുക. തുടക്കത്തിലെല്ലാം കുഴഞ്ഞുമറിഞ്ഞു കിടക്കുന്നത് പോലെ തോന്നും. മുറിയിൽ സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ടതുപോലെ നിങ്ങളുടെ ചിന്തകൾ അലങ്കോലപ്പെടാം. പക്ഷെ പേടിക്കണ്ട, ആ അലങ്കോലങ്ങൾക്കിടയിൽ നിന്നാണ് ഒരു പുതിയ ക്രമമുണ്ടാകുന്നത്. രാത്രിയിലെ നക്ഷത്രങ്ങൾ പോലും ജനിക്കുന്നത് വലിയ സ്ഫോടനങ്ങളിൽ നിന്നാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ അസ്വസ്ഥതകൾ നിങ്ങളെ ഒരു നക്ഷത്രമാക്കി മാറ്റാൻ വേണ്ടിയുള്ളതാണ്. ഇത് പ്രകൃതിയുടെ ഒരു മനോഹരമായ നിയമമാണ്. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിലേക്കൊന്ന് നോക്കൂ. ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുന്നത് എത്രയോ മേഘങ്ങളെ വകഞ്ഞു മാറ്റിയാണ്. ഓരോ പുഴയും കടലിൽ ചേരുന്നത് എത്രയോ ദൂരം താണ്ടിയാണ്. പ്രകൃതിയിലൊന്നും പെട്ടെന്ന് സംഭവിക്കുന്നില്ല. എല്ലാം ഒരു പ്രക്രിയയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ പ്രക്രിയയിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് ചുറ്റും സഹായത്തിനായി നല്ല ആളുകളെ കണ്ടെത്തുക. ആരോടും പരാതി പറയാതെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പതുക്കെ ചുവടുകൾ വെക്കുക. ഓരോ ചെറിയ ചുവടും നിങ്ങളെ വലിയൊരു ദൂരത്തിലേക്ക് എത്തിക്കും. ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളെ സഹായിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ആ വിത്തിനെ പോലെ മണ്ണ് തുരന്ന് പുറത്തു വരാൻ ഒന്ന് പരിശ്രമിക്കുക എന്നത് മാത്രമാണ്. ആ പ്രകാശത്തിന്റെ ലോകം നിങ്ങളെ കാത്തിരിക്കുന്നു. എപ്പോഴും ഓർക്കുക, തുടക്കത്തിലെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ തളർച്ചയല്ല, മറിച്ച് നിങ്ങളുടെ വളർച്ചയുടെ അടയാളമാണ്. ഈ മനോഹരമായ തത്വം നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു അർത്ഥം നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തളരാതെ മുന്നോട്ടു പോവുക. വിജയം നിങ്ങളുടേതായിരിക്കും. ഓരോ തടസ്സവും ഓരോ പുതിയ പാഠമാണ്. ഓരോ വേദനയും ഓരോ പുതിയ കരുത്താണ്. ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. ശുഭചിന്തയോടെ, പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ടു പോകാം. വരാനിരിക്കുന്ന ആ മനോഹരമായ നാളെയെ സ്വീകരിക്കാൻ ഇന്ന് ഈ ചെറിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് സഹിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലെ തുടക്കത്തിലെ പ്രയാസങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് നേരിട്ടത് എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.